പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലേഡർ USS NMMSC NTSC യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ആ വീഡിയോയുടെ അവസാനത്തിൽ 5 ചോദ്യം നിങ്ങൾക്ക് തന്നിരുന്നു. ആ 5 ചോദ്യവും നിങ്ങളുടെ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പൊതുവായിട്ട് USSനും അതേപോലെ NMMSCക്കും NTSCക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഓരോ വീഡിയോയുടെയും അവസാനം നിങ്ങൾക്ക് തരുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. ഈ തരുന്ന ഈ വീഡിയോയിൽ വരുന്ന ക്ലാസ്സിൽ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഏകദേശം നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്നത്. NTSCയുടെയും NMMSCയുടെയും കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ അതിൽ സാറ്റ്, മാറ്റ് എന്നീ പേപ്പറിൽ NTSCക്കും NMMSCക്കും കോമൺ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. 2020 ചോദ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം NMMSCയുടെ മാറ്റ്, സാറ്റിലെ കണക്ക്, ഗണിതം അത് NTSCക്കും വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് NTSCയുടെ ക്ലാസ്സും NMMSCയുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഒരേ രീതിയിൽ ഉപകാരപ്പെടുന്നത്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നിരിക്കുന്ന ആ 5 ചോദ്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്നും ആ 5 ചോദ്യത്തിൻ്റെയും വിശദീകരണം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ പറയണമെന്ന് മിക്ക കുട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ആ 5 ചോദ്യത്തിൻ്റെയും വിശദീകരണം നിങ്ങൾക്കിന്ന് തരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളായിരുന്നു ഞാൻ അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമുക്കതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് പോയാലോ? ഇതിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. Which of the following can be the difference between a 3-digit number and the sum of its digits? ഒരു 3 അക്ക സംഖ്യയിൽ നിന്നും ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക കുറച്ച് കിട്ടുന്നത് ഇതിലേതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു 3 അക്ക സംഖ്യ ആയിക്കോട്ടെ, 4 അക്ക സംഖ്യ ആയിക്കോട്ടെ, ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ എന്താണ് പ്രത്യേകത? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സാക്ട്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന ഭാഗം പഠിക്കുമ്പോൾ ഒരു സംഖ്യ 2ൻ്റെ മൾട്ടിപ്പിളാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഈവൺ നമ്പർ ആണെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതുപോലെ ഡിജിറ്റ് സം നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ തീരുമാനിക്കാൻ പറ്റും. അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് 4ൻ്റെ മൾട്ടിപ്പിളാണോ എന്ന് പരിശോധിക്കുക. ഏത് വലിയ സംഖ്യ തന്നു കഴിഞ്ഞാലും ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് നോക്കിയിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ നോക്കാൻ പറ്റും. ലീപ്പ് ഇയർ ഒക്കെ നിങ്ങൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. 366 ദിവസമുള്ള വർഷം ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശോധിക്കുന്ന ആ വർഷത്തെ തന്നു കഴിഞ്ഞാൽ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തിട്ട് 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലെങ്കിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ലാസ്റ്റിൽ 2 0 അല്ലെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് ചേർന്ന് 4ൻ്റെ മൾട്ടിപ്പിളായാൽ മതി. 5ൻ്റെ ഈസിയാണ്. 0 5 അവസാനം വരികയാണെങ്കിൽ, യൂണിറ്റ് പ്ലേസിൽ വരികയാണെങ്കിൽ അത് 5ൻ്റെ മൾട്ടിപ്പിളാണ്. 6ൻ്റെ മൾട്ടിപ്പിൾ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 124 എന്ന സംഖ്യ 2ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷെ അതേ സമയത്ത് അത് 3ൻ്റെ മൾട്ടിപ്പിളാണോ? അല്ല. അപ്പം ഈ രീതിയിൽ 2ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിളാകുമെങ്കിൽ ആ സംഖ്യ എന്താണ്? ഇപ്പോൾ ഇവിടെ 2 ഇട്ട് നോക്കി. ഇവിടെ 1242. 1242 എന്ന സംഖ്യ 6ൻ്റെ മൾട്ടിപ്പിളാണോ? നമുക്ക് 2ൽ അവസാനിക്കുന്നത് കൊണ്ട് ഇത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതേസമയത്ത് 3ൻ്റെ മൾട്ടിപ്പിളാണോ? 4 2 6 3 9 3ൻ്റെയും മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 6ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ ആ സംഖ്യ 2ൻ്റെയും 3ൻ്റെയും ഒരേപോലെ മൾട്ടിപ്പിൾ ആയാൽ മതി.
അങ്ങനെയാണ് 6ൻ്റെ കണ്ടുപിടിക്കുക. 5ൻ്റെതാണെങ്കിൽ അവസാനം 0 വരണം, അല്ലെങ്കിൽ 5 വരണം. ഇതിൽ 7ൻ്റെ ആണ് കുറച്ച് പ്രയാസമുള്ള കാര്യം. അത് ലാസ്റ്റിലത്തെ ഡിജിറ്റ് എടുത്തിട്ട് ഡബിൾ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം. അത് കഴിഞ്ഞ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 7ൻ്റെത് 11ൻ്റെത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാവും. നമുക്കിതിലേക്ക് വരാം. 9ൻ്റെ മൾട്ടിപ്പിൾ, അതിനെന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഒരു സംഖ്യ 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക. ഇപ്പോൾ ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് 9ൻ്റെ മൾട്ടിപ്പിൾ നോക്കിക്കോളൂ. 1 × 9, 1 9 9, 2 × 9 18, 3 × 9 27. ഇവിടെ നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള മാർഗം അതിൻ്റെ അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി. അങ്ങനെ ഇനി 9ൻ്റെ മൾട്ടിപ്പിളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വരുന്നത്. 9ൻ്റെ മൾട്ടിപ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഏതൊരു സംഖ്യ എടുത്തോളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു, 27 എന്നെടുത്തു. ഇത് നിങ്ങൾക്കറിയാം 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന്. ഇനി വേറൊരു സംഖ്യ എടുത്തു, 271. ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 7 × 9 10, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകത കാണാം 9ഉമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെ അക്കങ്ങളുടെ തുക നോക്കുക. ഇതിൻ്റെ അക്കങ്ങളുടെ തുക 7 × 9 10 ആ 10 ഇതിൻ്റെ ചോട്ടിലെഴുതി ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. അതായത് 271 10 ഡിഫറൻസ് കണ്ടു നോക്കൂ. 1 6 2. ഈ 6ഉം 2ഉം 1 കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. അപ്പം ഏതൊരു സംഖ്യയുടെ, ഇതൊരു 3 അക്ക സംഖ്യയാണ് എടുത്തത്, ഞാനൊരു 4 അക്ക സംഖ്യ എടുക്കാം, 1234. ഈ 4 അക്ക സംഖ്യ ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് സംഖ്യ ആയിക്കോട്ടെ. ഇപ്പോൾ 4 3 7 3 10, 4 3 7 3 10 ആണ് വരുന്നത്. ഇവിടെ ഇതിൻ്റെ അക്കങ്ങളുടെ തുക ഒന്ന് നോക്കൂ നിങ്ങൾ. 4 3 7 3 10. ഈ 10 ഇതിൻ്റെ ചോട്ടിൽ എഴുതിയിട്ട് വ്യത്യാസം കാണുന്നു. 4 2 2 1. ഇപ്പോൾ 2 1 3 2 5 4 9 കണ്ടോ. അപ്പോൾ ഏതൊരു സംഖ്യ, ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക, ആ തുക കണ്ടിട്ട്, സം ഓഫ് ഡിജിറ്റ് കണ്ടിട്ട് വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അതെപ്പോഴും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഈ ചോദ്യം നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഏത് എന്ന് ചോദിച്ചതിന് പകരം താഴെ കൊടുത്തിരിക്കുന്ന 3 അക്ക സംഖ്യയിൽ നിന്ന് അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ച് കിട്ടുന്നത് ഏതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ നിന്നും അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ച് കിട്ടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ് എന്നാണ്. ഇപ്പം ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 23 എന്ന സംഖ്യ 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 5 ആണ്. 23 5 മൈനസ് ചെയ്താൽ 18 ആണ്. 18 8 1 9, 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ച് കിട്ടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ 9ൻ്റെ മൾട്ടിപ്പിൾ പരിശോധിച്ചാൽ മതി. 9ൻ്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാനുള്ള മാർഗ്ഗം എന്താണ്? അക്കങ്ങളുടെ തുക നോക്കുന്നു. 6 5 11 8 19, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 6 4 10 5 15, 5 1 6, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 7 3 10 6 16, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 8 1 9 9 18, 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ 819 819 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. കോഡ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കോഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ 324 എന്നത് കോഡ് ചെയ്തിരിക്കുന്നത് 576 ആണ്. 317 കോഡ് ചെയ്തിരിക്കുന്നത് 441 ആണ്. 235 കോഡ് ചെയ്തിരിക്കുന്നത് 900 ആണ്. 263 എങ്ങനെയാണ്? പലപ്പോഴും ഇങ്ങനെ ഒരു കോഡ് നമ്പർ വെച്ചിട്ട് കൊടുക്കുന്നത് അധികവും സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. പലപ്പോഴും സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യൂബിക് നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇത്തരത്തിലുണ്ടാകുക. അപ്പോൾ നമുക്കിത് നോക്കാം. ഈ 576 കിട്ടണമെങ്കിൽ
3ഉം 2ഉം 4ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 3 2 6 4 24. 24ൻ്റെ സ്ക്വയറാണ് 576. 1 കിട്ടിക്കഴിഞ്ഞാൽ അതിന് അടുത്തും കൂടി നോക്കണം. ഒരു 7 3 21. 21ൻ്റെ സ്ക്വയറാണ് 441. 235. 3 2 6 5 30. 30ൻ്റെ സ്ക്വയറാണ് 900. 263ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 6 3 18. 18 × 2 36. 36ൻ്റെ സ്ക്വയറാണ് 1296. ഇപ്പോൾ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ടാണ്. കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. 1 മുതൽ 30 വരെയുള്ള 1 മുതൽ 50 വരെ പഠിക്കണമെന്നാണ് ശരിക്കും പറയേണ്ടത്. 1 മുതൽ 50 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ ബൈഹാർട്ടാക്കണം. NMMSക്ക് NTSCക്കൊക്കെ തയ്യാറാകുന്ന കുട്ടികൾ, USSനൊക്കെ തയ്യാറാകുന്ന കുട്ടികൾ 1 മുതൽ 50 വരെയുള്ള 50ൻ്റെ സ്ക്വയർ 2500 അതുവരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാം. അത് എളുപ്പമാണ്, നിങ്ങൾ നോക്കിയാൽ അറിയാം സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ 1 മുതൽ 50 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചു വെക്കണം. മറ്റൊരു കാര്യം, 1നും 100നും ഇടയിൽ 25 പ്രൈം നമ്പറുണ്ട്. അഭാജ്യ സംഖ്യകൾ 25 എണ്ണമാണുള്ളത്. ആ 25 അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 3 5 7 11 13 അവസാനം 2 അക്ക സംഖ്യയിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യയായ 97 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം അതിൻ്റെ ഇടയിലുള്ള ചില അഭാജ്യ സംഖ്യകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ടാക്കണമെന്ന് പറയാൻ കാരണം. പിന്നെ മറ്റൊരു കാര്യം, ക്യൂബിക് നമ്പേഴ്സ് 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, അങ്ങനെ 10 ക്യൂബ് വരെ 1000 വരെ അതും ബൈഹാർട്ടാക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണ് ബൈഹാർട്ടാക്കാൻ പറഞ്ഞത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിന് മുമ്പ്. 1 1 to 50 സ്ക്വയർ നമ്പേഴ്സ്, ബിറ്റ്വീൻ 1 and 100 പ്രൈം നമ്പേഴ്സ്, 1 to 10 ക്യൂബിക് നമ്പേഴ്സ്. ഇത് കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. നമുക്ക് ഈ ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എത്രയാണ് എന്നാണ്. ഇത് സ്ക്വയർ കാണാൻ നിൽക്കണ്ട, കാരണം സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമാണ്. ഇതിൻ്റെ അർത്ഥം 10 + 9 ആണ്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് ഇവിടെ ഇട്ടു. 8 + 7 ആണ്. ഇതിൻ്റെ അർത്ഥം 6 + 5 ആണ്. ഇതിൻ്റെ അർത്ഥം 4 + 3 ആണ്. ഇവിടെ 2 + 1 ആണ്. ഇതേ ചോദ്യമാണ് ഈ ചോദ്യം. ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനാണ്. ഇങ്ങനെ വന്നാലോ 1 മുതൽ 10 വരെ ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചെഴുതാം. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 എന്ന് എഴുതാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കൂട്ടിയ എത്ര? കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. 10നെ 11 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. n × n + 1/2. 10 × 11/2. 110/2 എത്രയാണ്? 55 ആണ്. ഈ ചോദ്യം കാണുമ്പോൾ ആരെങ്കിലും വിചാരിക്കുക 55 ആണ് കിട്ടുക എന്ന്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? അത് നമുക്ക് നോക്കാം. 2 അടുത്തടുത്ത സ്ക്വയർ നമ്പേഴ്സിൻ്റെ വ്യത്യാസം. ഇപ്പോൾ 10ൻ്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 100 ആണ്. 9ൻ്റെ സ്ക്വയർ 81 ആണ്. ഈ 81ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം 19 ആണ്. അതാണ് ഇവിടെ കിട്ടിയത് 19. ഇനി ഇവിടെ നോക്കൂ, 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25. 36ഉം 25 തമ്മിലുള്ള വ്യത്യാസം 11 ആണ്. അതിനെന്ത് ചെയ്താൽ മതി? 6ഉം 5ഉം കൂടി കൂട്ടിയാൽ മതി. 6 + 5 11 ആണ്. 2ൻ്റെ സ്ക്വയർ 2 2 4 1 1. അപ്പോൾ 4 1 കുറച്ചാൽ 3 ആണ്. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 + 1ന് തുല്യമാണ്. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദാറ്റ്
നാച്ചുറൽ നമ്പർ എന്നാണ്. രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ വ്യത്യാസം ആ സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ഓടും. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്ര. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന എണ്ണൽ സംഖ്യയുടെ തുകയുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്ക്വയർ നമ്പേഴ്സിൻ്റെ കാര്യമായിട്ട് ഇത് പഠിക്കുന്നു. സ്ക്വയർ നമ്പേഴ്സിലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രിക്സ് ഉണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് പരിചയപ്പെടാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496 എക്സെപ്റ്റ് 496? 496 ഒഴികെ 496ൻ്റെ ഘടകങ്ങളുടെ തുക എത്ര? 496 മാറ്റി നിർത്തിയിട്ട് 496ൻ്റെ ഘടകങ്ങളുടെ തുക എത്ര? ഇപ്പം 496ൻ്റെ ഘടകങ്ങൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 496 ഏത് സംഖ്യ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ 496 ഏത് കാറ്റഗറിയിൽ വരുന്ന സംഖ്യയാണ്? ഏത് ടൈപ്പ് സംഖ്യയാണ്? നോക്കൂ, നിങ്ങൾക്ക് 6 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, 6 ഒരു ഇരട്ട സംഖ്യയാണ്. 6 മൂന്നാമത്തെ ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. 6 ഒരു ട്രയാങ്കുലർ നമ്പറാണ്, ത്രികോണ സംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ 6ന് ഒരുപാട് പ്രത്യേകത. ആ കൂട്ടത്തിൽ 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. എന്താ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഘടകങ്ങൾ നോക്കൂ 6ൻ്റെ. 1, 2, 3, 6 ഇതൊക്കെയാണ് 6ൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ ഇത് കിട്ടും. 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. സോ 6 ഹാവ് 1, 2, 3, 4 ഫാക്ടേഴ്സ്. 1, 2, 3, 6 ഇതൊക്കെ 6ൻ്റെ ഘടകങ്ങളാണ്. ഇതിൽ 6നെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 കിട്ടുന്നു. അതുകൊണ്ടാണ് 6 ഒരു പെർഫെക്റ്റ് നമ്പറാണെന്ന് പറയുന്നത്. അതിന് മലയാളത്തിൽ പറയുക അനഘസംഖ്യ എന്നാണ്. ഇനി 6 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 28ആണ്. മനസ്സിലാക്കുക, പെർഫെക്റ്റ് നമ്പർ അവസാനിക്കുന്നത് 6ലും 8ലും മാത്രമായിരിക്കും. 6ൽ 8ലാണ് മാറി മാറി ഇത് അവസാനിക്കും. 6, 28, പിന്നെ 496 അങ്ങനെയാണ് വരുന്നത്. 28ൻ്റെ ഘടകങ്ങൾ നിങ്ങൾ നോക്കൂ. 1, 2, 4, 7, 14 and 28. See the sum of the factors of 28 except 28, you will get 28. 1, 2, 4, 7, 14 കൂട്ടിയാൽ 28 കിട്ടും. അപ്പം what is the sum of the factors of 28 except 28? That is 28. ഈ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ നോക്കൂ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496? 496 ഉത്തരം. അപ്പോൾ ഈ പെർഫെക്റ്റ് നമ്പർ ഒന്നും ഓർത്ത് വെച്ചോളൂ. 6, 28, 496 and 8128, 8128. കണ്ടോ, എല്ലാം 6ലും 8ലാണ് അവസാനിക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. 2 raised to p minus 1 into 2 raised to p minus 1. ഈ പി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് നമ്പർ കണ്ടെത്താൻ ഈ പിക്ക് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കൊടുത്തു നോക്കൂ. ഇപ്പോൾ പി എന്നതിന് നിങ്ങൾ 3 എന്ന് വില കൊടുത്തു. ഇവിടെ p is equal to 3 എന്ന് കൊടുത്തു. എങ്കിൽ നിങ്ങൾക്ക് 2 raised to 3 minus 1 എന്ന് കിട്ടും. ഇൻറ്റു 2 raised to 3 minus 1. ഈ 2 മൈനസ് എഴുതി ശ്രദ്ധിക്കണേ. ഇവിടെ പവറിൽ കൊണ്ടാച്ചാൽ നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെ 2 raised to 3 minus 1. ഇപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്കറിയാം 2ആണ്. അപ്പോൾ 2 raised to 2 എന്ന് കിട്ടും. 2 raised to 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4ആയി. 4 ഇൻറ്റു ഇനി 2 raised to 3 നിങ്ങൾക്കറിയാം 8ആണെന്ന്. 8 നിന്ന് 1 കുറച്ചാലോ 7. 7 ഇൻറ്റു 4 എത്രയാണ്? 28. 28 പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ഈ പി എന്നതിന് നിങ്ങൾക്ക് ഏത് വില കൊടുത്തു കഴിഞ്ഞാലും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് നമ്പറിലേക്കാണ് എത്തുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്പറാണ് പെർഫെക്റ്റ് നമ്പർ. ഈ ചോദ്യം ഇങ്ങനെയാണ് വന്നത്. അടുത്ത വർഷം ചോദിക്കുന്നത് ചിലപ്പോൾ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 8128 എക്സെപ്റ്റ് 8000. അപ്പോൾ അതിന് ഫാക്ടേഴ്സ് കാണാനോ ഒന്നും നിൽക്കണ്ട.
ഈ 4 എണ്ണം എങ്കിലും പഠിച്ച് വെച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 8⁻60? ഇത് എക്സ്പൊണൻ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എക്സ്പൊണൻ്റിലെ കാര്യം നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പോൾ 8⁻60ൻ്റെ അവസാനത്തെ അക്കം ഏതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്, യൂണിറ്റ് പ്ലേസ് ഏതാണ് എന്നാണ് ചോദ്യം. യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്, അതാണ് ചോദ്യം. ഇവിടെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2, 3, 7, 8 2, 3, 7, 8 ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും അധികവും നിങ്ങളോട് ചോദിക്കുക. മറ്റതൊക്കെ കുറച്ച് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ 1, 5, 6 ഇതിൻ്റെ പവർ എനി നമ്പർ യൂണിറ്റ് പ്ലേസ് എപ്പോഴും ഇതേ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പോൾ 1/10 അവസാനിക്കുന്ന 1-ലാണ്. 5/10 അവസാനിക്കുന്നത് 5-ലാണ്. 6/11 അവസാനിക്കുന്നത് എത്രയിലാണ്? 6-ലാണ്. അപ്പോൾ 1ഉം 5ഉം 6ഉം നിങ്ങൾക്ക് അതേ സംഖ്യയിൽ തന്നെയാണ്, പവർ എത്രയായാലും അതേ സംഖ്യയിലാണ് അവസാനിക്കുന്നത്. അതേസമയത്ത് 4, 9ൻ്റെ പ്രത്യേകത നോക്കുള്ളൂ. 4/1 4ആണ്. 4/2 4 16. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളൂ. 4/3 64 ഉണ്ടോ? വീണ്ടും 4 വന്നു. 4/4 ഇതിനെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചാൽ 16, 6, 4, 24, 256. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4, 6, 4, 6 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പവർ ഓഫ് 4 is an odd number, then the digit in the unit place will always be 4. Power of 4 is an even number, then the digit in the unit place will always be 6. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ 4ഉം ഈവൻ നമ്പർ ആണെങ്കിൽ 6-ലാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കുക. 9ൻ്റെ കാര്യം നോക്കിക്കോളൂ. 9⁻1 9, 9⁻2 81. ഇത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കും. 9⁻3 729, 9⁻4 അവസാനിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എത്രയിൽ തന്നെ ആയിരിക്കും? 9/9 81 1-ലായിരിക്കും. അപ്പോൾ ഇവിടെ 9 1 9 1 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഈ 4-നും 9-നും അങ്ങനെ ഒരു സുഖമുണ്ട്, 1 5 6-നും അങ്ങനെ ഒരു സുഖമുണ്ട്. പക്ഷേ ഇവിടെ 4 പ്രാവശ്യം കൂടുമ്പോഴാണ് ഇത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് ഈ 2, 3, 7, 8 എന്നിവ പവറായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഒരു രീതി ഇങ്ങനെയാണ്. ഇവിടെയുള്ള ഈ പവർ നിങ്ങൾ എടുക്കുക. ഇവിടെ 8ൻ്റെ പവർ എത്രയാണ്? അവിടെ 8ൻ്റെ കൃതി അവിടെ 60ആണ്, 60. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. കാരണം 1 4 4 2 20-ൽ 5 4 20. കാരണം നമുക്കറിയാം 15 കിട്ടുക. അവിടെ റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ അത് നമുക്ക് 4-ന് തുല്യമാണ്. അപ്പോൾ നമുക്ക് 8⁻60 പകരം 8⁻4 നിർത്താൽ മതി. 8⁻4 എത്രയിലാണ് അവസാനിക്കുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. 8⁻1 ഈസ് ഈക്വൽ ടു 8, 8⁻2 ഈസ് ഈക്വൽ ടു 64, 8⁻3 ഈസ് ഈക്വൽ ടു 64-നെ വീണ്ടും നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 4 8 32, 6 8 48, 3 51. 8⁻4 വീണ്ടും നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 6-ലാണ് അവസാനിക്കുക. അപ്പോൾ ഇവിടെ 4 വരെ അങ്ങനെയാണ് വരുന്നത്. 8⁻1 8-ൽ അവസാനിക്കുന്നു, 8⁻2 4-ൽ അവസാനിക്കുന്നു, 8⁻3 നിങ്ങൾക്ക് 2-ൽ അവസാനിക്കുന്നു, 8⁻4 നിങ്ങൾക്ക് 6-ൽ അവസാനിക്കുന്നു. 8 4 2 6 വീണ്ടും 8⁻5-ലേക്ക് പോകുമ്പോൾ 6 8 48 8-ൽ തന്നെ വരും. ഈ രീതിയിൽ ഇങ്ങനെ 4 തവണ കൂടുമ്പോഴാണ് മാറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് സിസ്റ്റം ഇവിടെ 0 വന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റം 0 വന്നു കഴിഞ്ഞാൽ അത് 8⁻4-ന് തുല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് 8⁻4 എത്രയാണെന്ന് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് 2-ൻ്റെയും 3-ൻ്റെയും 7-ൻ്റെയും 8-ൻ്റെയും കാര്യത്തിൽ വരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ 5 ചോദ്യം ഡിഫറൻറ്റ് ലെവലിലെ ചോദ്യങ്ങളാണ് തന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രൈം നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഇപ്പം എക്സ്പൊണൻ്റായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ
ഇതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്ക്വയർ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയറും. നമുക്ക് NMMSCയുടെ NTSCയുടെ ചോദ്യത്തിൽ അധികവും വരുന്നത് സ്ക്വയർ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയറായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്കിതിൽ വരുന്നത് നോക്കാം. USSൻ്റെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ക്ലാസ്. കാരണം USSന് അവർക്ക് സ്ക്വയർ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയറും പ്രത്യേകം പഠിക്കുന്നുണ്ട്. അതേസമയത്ത് NMMSCയിൽ USSൻ്റെ ക്ലാസ്സിൽ ഇരിക്കാത്ത കുട്ടികളും ഉണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സംഖ്യയുടെ സ്ക്വയർ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 4 × 4 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100, 1 4 9 16 25 36 49 64 81 100. അപ്പോൾ 11 സ്ക്വയർ 121, 12 സ്ക്വയർ 144. ഈ 30 സ്ക്വയർ വരെയുള്ളത് നേരത്തെ പറഞ്ഞു, നിങ്ങളത് ബൈഹാർട്ടാക്കണമെന്നുള്ളത്. അതിൽ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഒപ്പം തന്നെ ഈ സ്ക്വയർ നമ്പേഴ്സ് കിട്ടാൻ ഉള്ള മറ്റൊരു വഴി, കാരണം നമുക്കതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്രിക്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ 1, 2 സ്ക്വയർ ഇവിടെ 4 ലഭിക്കുന്നത് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം. 1 = 1, 1 + 3 = 4. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് സ്ക്വയർ നമ്പർ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി 1 + 3 + 5 എത്രയാണ്? അത് 9 ആണ്. അപ്പോൾ 4 കഴിഞ്ഞാൽ അടുത്ത സ്ക്വയർ നമ്പർ 9 ആണ്. അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താണ്. 1ഉം 3ഉം 5ഉം കൂടി കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ ഇവിടെ സീ ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 1 and 4 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതിൻ്റെ ഡിഫറൻസ് 3 ആണ്. ഇനി 4 and 9 അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. 9 and 16 ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. ഇപ്പോൾ 121 ഡാഷ് അടുത്ത സ്ക്വയർ നമ്പർ ഏത്? അതിന് നിങ്ങൾ സ്ക്വയർ കാണാൻ പോകേണ്ട കാര്യമില്ല. 10ൻ്റെ സ്ക്വയർ 11ൻ്റെ സ്ക്വയർ ആണ് 121. അടുത്ത 12ൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നുള്ളതിൽ എത്തേണ്ട കാര്യമില്ല. സീ ദ ഡിഫറൻസ് ഓഫ് 121. അപ്പം 100ഉം 121 തമ്മിലുള്ള വ്യത്യാസം അതെത്രയാണ്? 21 ആണ്. ആ വ്യത്യാസം 21 ആണ്. ഇനി അടുത്ത 12ൻ്റെ സ്ക്വയർ കിട്ടാനുള്ള മാർഗം 21 കഴിഞ്ഞാൽ തൊട്ടടുത്ത പെർഫെക്റ്റ് ഓഡ് നമ്പർ 23 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 23 ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 144 കിട്ടും. അപ്പം ദ ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു മാർഗം. അപ്പോൾ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങൾ തരാം. അതിന് മുമ്പായിട്ട് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 1 4 9 16 25 36 49 64 81 100 121 ഈ സംഖ്യകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, ഡിജിറ്റിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഒരിക്കലും വരാത്ത സംഖ്യകളുണ്ട്. അത് ഏതൊക്കെയാണ്? അത് വരാത്ത ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്യാം. 2 3 7 8. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം സ്ക്വയർ നമ്പേഴ്സ് തന്നിട്ട്, പെർഫെക്റ്റ് സ്ക്വയർ തന്നിട്ട് ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എത്ര വലിയ സംഖ്യ തന്നാലും അതിൻ്റെ അവസാനം 2 3 7 8 വന്നാൽ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം അതാണ്. ഒരു സംഖ്യയുടെ ഒടുവിൽ നിങ്ങൾക്ക് 2 3 7 8 ഇവ വന്നു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കണം. അത് ആണ് ആദ്യത്തെ ചെക്കിങ്. അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കിക്കോളൂ. 10 11 15 16 ഇവിടെ 0-ൽ അവസാനിക്കുന്നു, 1-ൽ അവസാനിക്കുന്നു, 5-ൽ അവസാനിക്കുന്നു, 6-ൽ അവസാനിക്കുന്നു.
അപ്പോൾ 0, 1, 5, 6 ഇതിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ഒക്കെ സ്ക്വയർ അതാത് സംഖ്യയിൽ തന്നെയാണ് അവസാനിക്കുക. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 അവസാനം 100 അവസാനം 0 ആണ്. ഇനി 11ൻ്റെ സ്ക്വയർ 121 ലാസ്റ്റിൽ 1. 15ൻ്റെ സ്ക്വയർ 225 അവസാനം 5. 16ൻ്റെ സ്ക്വയർ 256 അവസാനം 6. അപ്പം 0, 1, 5, 6 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം അത് എപ്പോഴും അതാത് സംഖ്യയിൽ തന്നെയാണ് അവസാനിക്കുന്നത് എന്ന രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിജിറ്റ് സം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അക്കങ്ങളുടെ തുക നമുക്ക് നോക്കാം. ഇവിടെ 10ൻ്റെ സ്ക്വയർ 100 ഇതിൻ്റെ ഡിജിറ്റ് സം എത്രയാണ്? 1 പിന്നെ അടുത്തത് 9ൻ്റെ സ്ക്വയർ 81 9 8ഉം 1 കൂടി കൂട്ടിയാൽ 9. 81ൽ 8 1 കൂട്ടിയാൽ 9 കിട്ടുന്നു. ഇനി അടുത്തത് 7ൻ്റെ സ്ക്വയർ 49 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. പിന്നെ 5ൻ്റെ സ്ക്വയർ നോക്കിക്കോളൂ 25 രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടുന്നു. ഓർത്ത് വെക്കാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അതായത് ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും അക്കങ്ങളുടെ തുക 1, 9, 4, 7 ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അക്കത്തുക. അപ്പം ഇവിടെ 1 കിട്ടും, 100ൽ ഇപ്പോൾ 1 കൂട്ടിയിട്ട് 1 കിട്ടുന്നത്. 9 കിട്ടും, അതുപോലെ 4 കിട്ടും, അതുപോലെ 7 കിട്ടും. അപ്പം ഇവിടെ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും അക്കത്തുക നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നുകിൽ 1 ആയിരിക്കും, 9 ആയിരിക്കും, 4 ആയിരിക്കും, 7 ആയിരിക്കും. അത് ഇങ്ങനെ ഈ ഒരു ഇയർ ഓർത്ത് വെച്ചാൽ മതി. 1947 എന്ന ആ വർഷം ഓർത്ത് വെക്കാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കാം നമുക്ക്. 5ൽ അവസാനിക്കുന്ന സംഖ്യക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ 9, 9, 9, 9, 5 സ്ക്വയർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇവിടെ 4 9 ആണുള്ളത്. അപ്പോൾ 4 9 നമ്മളിവിടെ എഴുതി, 4 0 കൂടി എഴുതി, അവസാനം 25. ഒന്നുമില്ല, 9999ൻ്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിച്ചതാണ്. അപ്പോൾ ഇത്രയും 0 വരും. എന്നിട്ടോ അവസാനം 25. അതറിയണമെങ്കിൽ 15ൻ്റെ സ്ക്വയർ അവസാനം 25, 5ൽ അവസാനിക്കുന്നതിൻ്റെ അവസാനം 25. 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ 2, ഒരു 2 2 225. 25ൻ്റെ സ്ക്വയർ 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ 3, 3 2 6 625. 5ൽ അവസാനിക്കുന്നതൊക്കെ അവസാനം എന്തായിരിക്കും? ഈ 25ലാണ് അവസാനിക്കുക. ഇനി നമുക്ക് 45ൻ്റെ സ്ക്വയർ നോക്കാം. 4 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 5, 4 5 20 2025. ഇങ്ങനെ സംഖ്യകളുടെ സ്ക്വയർ കാണുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയും കൂടി, 2 പ്രത്യേകതകളാണ് ഇതിന് ഞാൻ കാണുന്നത്. ഒന്ന് നോക്കിക്കോളൂ. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ 25ൽ അവസാനിക്കുന്നു. അതുപോലെ അതിൻ്റെ 100 പേഴ്സ് 100ാം സ്ഥാനത്തെ അക്കമൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. 100 പേഴ്സ് 2, 6, 0 ആയിരിക്കും. 0, 2 or 6 ആയിരിക്കും. അപ്പം നമ്പർ എൻഡിങ് ഇൻ 5 ഇറ്റ് സ്ക്വയർ വിൽ ബി എൻഡിങ് ഇൻ 25. മാത്രമല്ല അതിൻ്റെ 100 പേഴ്സ് വിൽ ബി 0, 2 or 6 ആയിരിക്കും. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5ൽ അവസാനിക്കുന്നത്. ഇനി 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 16 അതിൻ്റെ സ്ക്വയർ 256. ഇനി 26 അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 676. 36 1296. ഇവിടെ 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാം 6ൽ അവസാനിക്കുന്നു. മാത്രമല്ല അതിൻ്റെ 10ാം സ്ഥാനത്തെ അക്കം എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. 10th place is an odd number. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിൻ്റെ പ്രത്യേകത, 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിൻ്റെ പ്രത്യേകത, പെർഫെക്റ്റ് സ്ക്വയറിൽ അവസാനിക്കുക. പെർഫെക്റ്റ് സ്ക്വയറിൽ ഉള്ള ഒരു പ്രത്യേകത 2, 3, 7, 8 ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അവസാനത്തിൽ വരില്ല എന്നുള്ള കാര്യം.
പിന്നെ അതിൻ്റെ അക്കങ്ങളുടെ തുക എപ്പോഴും 1, 4, 9, 7 ആയിരിക്കും, അല്ലെങ്കിൽ 1947 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ള കാര്യം. ഇനി 0-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ 10-ൽ അവസാനിക്കുന്ന 100. ഇപ്പോൾ ഇവിടെ ഇരട്ട 0 ആയിട്ടാണ് വരിക. അതേസമയത്ത് 1000 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ഇവിടെ ഓഡ് സീറോസ് ആണ്. ഈവൻ സീറോസ് ആണെങ്കിൽ എപ്പോഴും അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. പക്ഷേ ഈവൻ സീറോസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഇവിടെ വരുന്ന സംഖ്യ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 200 എന്ന സംഖ്യ ഈവൻ 0 ആണ്, പക്ഷേ 200 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്തേ കാരണം? കാരണം ഇവിടെയുള്ള 2 ഒരു സ്ക്വയർ നമ്പർ അല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൂടി നോക്കണം. അതേസമയം 400 20ൻ്റെ സ്ക്വയറാണ് നിങ്ങൾക്കറിയാം. ഇവിടെ 2 0 വരുന്നുണ്ട്, 4 എന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒത്തുവരണം 0യുടെ കാര്യത്തിൽ. അതും മനസ്സിലാക്കി വെക്കുക. കൂടുതൽ സ്ക്വയർ നമ്പേഴ്സായിട്ടുള്ള ബന്ധപ്പെട്ട് ഹൗ ടു ഫൈൻഡ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഏതാനും ചോദ്യമാണ്. ഇന്നും 5 ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. അത് സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ തരുന്നത്. അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി വിവരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതിയെടുക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്കുള്ള ചോദ്യമാണിത്. ഇവിടെ ഇതെല്ലാം സ്ക്വയറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ 1, 2, 3 81 കൊടുത്തു, 3, 2, 4 400 കൊടുത്തു, 5, 3, 2, 256 കൊടുത്തു. എങ്കിൽ ഇവിടെ എഴുതേണ്ട പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതുപോലെ ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിൻ്റെ എണ്ണം 3 ആയ സംഖ്യ ഈ 4 എണ്ണത്തിൽ ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഘടകങ്ങളുടെ എണ്ണം 3 മാത്രമുള്ള ഒരു സംഖ്യ ഉണ്ട് ഇതിൽ. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിൽ ഏതോ ഒരു സംഖ്യക്ക് 3 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതേതാണെന്ന് കണ്ടെത്തണം. പിന്നെ ഈ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏത്? ഇപ്പോൾ നേരത്തെ നമ്മൾ ക്ലാസ് പറയാത്തൊരു കാര്യമാണ് ഈ തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. അടുത്തത് നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എഴുതണം. ഇവിടെ 12544, 12769 നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അത് കണ്ടുപിടിക്കാനുള്ള വിദ്യ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്താൻ പറ്റും. പിന്നെ ഇതൊരു മറ്റേ ചോദ്യം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഓൾട്ടർനേറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 132. വാട്ട് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ബിറ്റ്വീൻ ദീസ് 2 സ്ക്വയേഴ്സ്? 2 പൂർണ്ണവർഗ്ഗങ്ങൾക്ക്, അതായത് ഒന്നിടവിട്ട, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട 2 പൂർണ്ണവർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 132 ആണ്. എങ്കിൽ ആ പൂർണ്ണവർഗ്ഗങ്ങൾ ഇടയിലെ പൂർണ്ണവർഗ്ഗം ഏത്? 1059 ആണോ, 1156 ആണോ, 1225 ആണോ, 1681 ആണോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒന്നിടവിട്ട പൂർണ്ണവർഗ്ഗം തമ്മിലുള്ള ബന്ധം, അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് പൂർണ്ണവർഗ്ഗങ്ങൾ തമ്മിലുള്ള ബന്ധം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനനുസരിച്ചാണ് ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ്റെ വിശദീകരണം നിങ്ങൾക്ക് തരും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചാറ്റ് ബോക്സിൽ അറിയിക്കുക. നന്നായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.